ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് ഫ്രൂട്ടിയാണുള്ളത്. അപ്പോൾ ഈ ഫ്രൂട്ടി വെച്ചിട്ടാണ് ഒരു പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫ്രൂട്ടി നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഒരു ഫെവിക്വിക്ക് വെച്ചിട്ട് ഒട്ടിക്കും. അത് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ പറയട്ടെ അടുത്തത്. ഇതാണ് ഫെവിക്വിക്ക്. അപ്പോൾ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഫ്രൂട്ടിയിലും ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ലാസ്റ്റ് അവൾ തന്നെ അത് കുടിച്ച് കഴിഞ്ഞിട്ട് പറയും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. എടേ ശോഭേ പോയി എന്താണ് എടീക്ക് എന്നാ ഫ്രൂട്ടി എന്നാ അത് സത്യം പറഞ്ഞ പക്ഷെ ഞാൻ മറന്നുപോയി. ക്യാമറ വീഡിയോ വീഡിയോ അല്ല, വെറുതെ രസത്തിന് ഇങ്ങനെ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്തോ പരിപാടി ഒപ്പിക്കാനാണ്. ഒന്നുമില്ല ഞാൻ സത്യം പറഞ്ഞത് മറന്നു. പിന്നെ എനിക്ക് നീ ഫ്രൂട്ടി പ്രാന്തിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഓൾറെഡി മേടിച്ച് വെച്ചു. പിന്നെ അവിടെ എത്തിയിട്ട് ഞാൻ മറക്കുകയും ചെയ്തു. ബാഗിൽ ഇപ്പം ജസ്റ്റ് ബാഗ് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഞാൻ ഫ്രൂട്ടി മേടിച്ചിട്ടുണ്ടല്ലോ എന്ന്. നീ കഴിച്ചോ? കുഴപ്പമില്ല. അതല്ല ഒന്നുമില്ലല്ലോ ഇതില്. എന്താ ക്യാമറയും കൊണ്ട് വരുന്നു. ഒന്നുമില്ല, ഫ്രിഡ്ജിൽ പോലും വെച്ചിട്ടില്ല. തണുപ്പ് പോലും ഇല്ല. ഇല്ലല്ലോ. ബാഗ് ഒന്ന് എടുത്ത് തന്നു, അത്രേ ഉള്ളൂ. അപ്പൊ കുടിക്കാലോ വിശ്വസിച്ച്. പിന്നെന്താ ഫ്രൂട്ടി പിന്നെ ആരെങ്കിലും കുടിക്കാണ്ടിരിക്കുവോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വാങ്ങിയെന്ന് വിശ്വസിക്കാം. അല്ല ക്യാമറയൊക്കെ കൊണ്ടുവന്നപ്പോ ഇപ്പോഴും എനിക്ക് പേടിയാണ്. അയ്യോ ഒന്നുമില്ല, നേരിട്ട് കുടിച്ചോ, ഒരു കുഴപ്പമില്ല. ശരി. ഓ ഒന്നേ മോൻ കഴുകിയിട്ട് വരാട്ടാ. ശരി. കഴുകിയാ ഇപ്പോഴും വീഡിയോ എടുക്കണ്ടല്ലോ. ഇല്ല, ഞാൻ ഒരു ടെസ്റ്റ് ചെയ്യണത്, ക്യാമറന്റെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് വേണ്ടേ. ഉറപ്പല്ലേ? കുടിക്കട്ടെ? നമുക്ക് വേണ്ടല്ലോ. നീ കുടിക്കുക, എന്നിട്ട് ഉണ്ടെങ്കിൽ തന്നാ മതി. എനിക്ക് ഇഷ്ടമല്ല ഇത്, അതുകൊണ്ടാണ് മേടിച്ചത്. അത് ഉണ്ടെങ്കിൽ എനിക്ക് തന്നാ മതി, എനിക്ക് വിഷയമൊന്നുമില്ല. തുറക്കാൻ കിട്ടാത്ത നന്നായി അമർത്തി തുറക്ക്, കിട്ടും. കിട്ടുന്നില്ലാന്ന് എന്താ നീ പറയണത്? ഫ്രൂട്ടി തുറക്കാൻ പറ്റില്ല. ഞാൻ ചിലപ്പോ മോൻ കഴിയിട്ട് വെള്ളം അങ്ങനെയായിരിക്കും ചിലപ്പോ. നീ കിട്ടില്ല, സീരിയസ് ആയിട്ടാ പറയുന്നത്. നന്നായി അമർത്തി തുറക്ക്. നമ്മ അവിടുന്ന് മേടിച്ചു കൊണ്ടുവന്നു, കടക്കാരൻ തന്നു കൊണ്ടുവന്നു. എന്റെ കൈ ഭയങ്കര എനിക്ക് കിട്ടില്ല, പ്രോമിസ് ആണ് കേട്ടോ. ഇത് കിട്ടുന്നില്ല. എന്താണ്? അമർത്തി തുറന്നു നോക്ക്. ഞാൻ എങ്ങനെ തുറക്കും? ഇനിയത് എങ്ങനെ തുറക്കുന്നതാ? കൈ ചോന്നു. എനിക്ക് വയ്യ, പ്രാന്ത് വരും. എനിക്ക് കിട്ടുന്നില്ലാന്ന്. ഇത് ഓഫ് ചെയ്തിട്ട് ചെയ്യാം, ടെസ്റ്റ് ചെയ്യുമ്പോ. പിന്നെ അത് ചെയ്യ. എന്തായാലും കൊണ്ടുവന്ന ശരിക്ക് എന്നിട്ട് തുറക്കാൻ പറ്റില്ല. അയ്യേ നോക്കട്ടെ. ഉറക്കം പോയി. ഇത് കുടിക്കാൻ വേണ്ടി ഇതൊക്കെ തുറക്കാൻ നല്ല ടൈറ്റ് ഉണ്ട് അല്ലേ? എന്റെ കയ്യില് വെള്ളമായിട്ടാണ് ശരി വഴക്കുന്നു പറയാൻ. അയ്യോ അത് പിടിക്ക്. ആരോ പിടിക്കുന്നു. ആരാണോ? അവളിപ്പോൾ അടുക്കളയിൽ അതുകൊണ്ട് അടുക്കളയ്ക്ക് പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് എന്തോ ഓപ്പൺ ചെയ്യാനുള്ള പരിപാടി ഒന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് എന്താ നോക്കാട്ടാ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അത് അടുക്കളുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അവൾ എന്തൊക്കെയോ അവിടെ പരാക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് ഇതെന്താണ് ക്യാമറയും കൊണ്ടിട്ട് നടക്കണേ?
അല്ല ഞാനിത് ഒന്ന് വർക്ക് ചെയ്യണ്ടോ നോക്കണം. ഞാൻ തുറക്കാൻ കിട്ടുന്നില്ല, നിങ്ങൾക്കേ കിട്ടിയില്ല. അതെങ്ങനെ നീ തുറന്നത്? എന്താ സാധനം? ഓട്ടയാക്കി. എന്തുകൊണ്ട്? ഞാനിങ്ങനെ ഗ്യാസിൽ ചൂടാക്കിയിട്ട് ഇങ്ങനെ ഓട്ട. അല്ലാണ്ട് കിട്ടില്ല അല്ലേ? എനിക്ക് കിട്ടും, നിങ്ങൾക്കേ കിട്ടില്ല, പിന്നെ എനിക്ക് കിട്ടുമോ? ശരി എന്താ കുടിക്കിയത്? ഞാൻ കുടിക്കാം. ഗ്ലാസ് ഇങ്ങനെ തന്നെ കുടിക്കാം, നിങ്ങക്ക് വേണ്ടല്ലോ. എനിക്ക് വേണ്ടടി, എനിക്കല്ലേ ഫ്രൂട്ടിന്റെ ആക്രാന്തം. നീ തന്നെ കുടിച്ചോ. എങ്ങനെയുണ്ട്? എന്ത് പറ്റി? എന്താടി എന്താ കരിഞ്ഞ പശവെണ്ണം കരിയ? ഇതെന്താ സാധനം? എന്ത് വരെ തോന്നുന്നുണ്ട്? ഫ്രൂട്ടി അല്ലേ ഇപ്പൊ ഇത്? അല്ല എന്താ സംഭവം എനിക്ക് അറിയില്ല, അതാണ് പറയാൻ കഴിയുന്നത്. ഇനി അതിന്റെ മഞ്ഞപ്പൊടി വെള്ളമോ കലക്കിയിരിക്കണല്ലേ? അപ്പൊ മഞ്ഞപ്പൊടിന്റെ ഇതൊന്നും എനിക്ക് തോന്നിയില്ലേ ഇപ്പൊ? ശരിക്കും ഫ്രൂട്ടി പോലെ തന്നെ ഉണ്ട്. ഞാൻ പാല് ഒഴിക്കുമ്പോഴാണ് മഞ്ഞപ്പൊടി അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒഴിക്കുന്നതിന് മേലെ, അതായത് ഈ കേപ്പ് തുറന്നാണെങ്കിൽ കുടിക്കുമ്പോ അതിന്റെ മണം വരും. ഇത് കേപ്പ് അടച്ചിട്ട് ഓട്ടയിൽ കൂടി വായിൽ ഒഴിക്കൂല്ലേ? ഛർദിക്കാൻ പറ്റില്ല. മഞ്ഞപ്പൊടിയാണെന്ന് മനസ്സിലായി അല്ലേ? അപ്പൊ അത് കലക്കി വെച്ചിട്ട് ഫ്രൂട്ടിയാണ് വന്നിട്ട് അതിനും കൊണ്ട് ക്യാമറയും കൊണ്ട് നടത്തും. ഞാൻ വെറുതെ ഒരു പ്രാങ്ക് പോലെ ചെയ്യാന്ന് ഉദ്ദേശിച്ചിട്ട് ഇങ്ങനെ വിചാരിച്ചാണ്. നിങ്ങൾ പ്രാങ്ക് ചെയ്ത് എന്റെ കുടല് പോവും. അല്ലാതെ മഞ്ഞപ്പൊടിയാണ് നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അത് വായിലിട്ടപ്പോ തന്നെ എനിക്ക് അതിന്റെ സ്മെല്ല് ഇഷ്ടമല്ല. ഒന്നാമത് അതിന്റെ എന്താ പറയാ, പ്രത്യേകിച്ച് പച്ചയാകുമ്പോ എങ്ങനെ ഉണ്ടാവും. എന്താ തുറക്കാൻ കിട്ടാത്ത കാരണം എന്താണെന്നറിയോ? അത് എനിക്ക് പിടികിട്ടിട്ടില്ല. അത് എന്തോ വെച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് എന്തെങ്കിലും വെച്ചിട്ട് തേച്ചാ? ഒന്നും പറയണ്ട മോളെ, എന്തൊക്കെ ചെയ്യണം ഓരോ പരിപാടി ഉണ്ടാക്കണെങ്കിൽ. എനിക്ക് ഭ്രാന്ത് പിന്നെ, എനിക്ക് തൊണ്ട നോക്ക് ആകെ എന്തോ പോലെ ചുമച്ചിട്ട് ഛർദിക്കാൻ ഇപ്പോഴും. അതിനുള്ള സാധനം എന്താന്ന് ശരിയിരിക്കുന്നത്? ഓ ഇതും കൈ പിടിച്ചിട്ട് നടക്കുകയാണ്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഓൾ ഐഡിയ കൊണ്ട് പോകും. ഞാനേ ഒരു ദിവസം എന്തായാലും നിങ്ങൾക്കൊരു പണി തരുന്നുണ്ട്. അത് എനിക്ക് തരുമ്പോ ചെറിയ വല്ല പണി അത് മനസ്സിൽ നിങ്ങക്ക് 2 ചേർത്ത് ഞാൻ തരാറുണ്ട്. എനിക്ക് അന്നത്തെയും ഇന്നത്തെയും കൂട്ടിട്ട് കേട്ടോ. അപ്പൊ നല്ല രണ്ടാമത്തെ പ്രാങ്കാണ് പ്രാങ്ക്. തേങ്ങ ഭയങ്കര ഇതുപോലെ ഉണ്ട് ഇപ്പോഴും നമുക്ക്. എന്താ നിങ്ങൾ തന്നെ കുടുക്കിട്ട് അതിന്റെ വായ തുറക്കാൻ കിട്ടില്ല, അത് അങ്ങനെ തന്നെ ഒഴിച്ചു കളയണം. പൊട്ടിക്കിടക്കണം, കിട്ടില്ല. അത് ഞാൻ ഒഴിച്ചു കളയ അല്ല എന്തെങ്കിലും ചെയ്യും. ശരി ഉറങ്ങിക്കണ്ട, മൊബൈലാവും. മൊബൈൽ കൊണ്ട് നടക്കുമ്പോ തന്നെ ഞാൻ വിചാരിച്ചു എന്തോ തരികട പണി. അടുത്ത പ്രാവശ്യം ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. അടുത്ത പ്രാവശ്യം ഞാൻ മൊബൈലും കൊണ്ട് നടക്കില്ല. മൊബൈൽ എവിടെയെങ്കിലും വെച്ചിട്ട് ക്യാമറ മാത്രം ആക്കും അല്ലേ? കവനാണ് ഫ്രണ്ട്സ്. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എനിക്കില്ലേ തലയ്ക്ക് പ്രാന്ത്. ഞാൻ ഉറങ്ങുന്ന അവിടെ നിന്ന് വിളിച്ചിട്ട് വലിയ കാര്യത്തിൽ കൊണ്ടുവന്നാണ്. എനിക്കൊന്നും പറയാനില്ല. ഞാന് കുറച്ച് ഭയങ്കര ഇപ്പോഴും മണം കേൾക്കുമ്പോ ഭയങ്കര വലിയ മഞ്ഞപ്പൊടി മണം. ഞാൻ നോക്കട്ടെ. നിങ്ങക്ക് അത് വലിയ വിഷയമില്ലേ? എനിക്ക് പക്ഷെ അത് എന്തോ പോലെ എനിക്ക് പ്രാന്ത് വരാൻ തുടങ്ങി. ഞാൻ എന്തായാലും 8ന്റെ പണി കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫ്രണ്ട്സ് എന്താണെങ്കിലും എന്താ പണി കൊടുക്കാന്നുള്ളത് എനിക്ക് കമന്റിലൂടെ പറയണം കേട്ടാ. എന്താണ് ചേട്ടന് എന്തൊക്കെയാ പ്രാങ്ക് വീഡിയോ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടാ. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫ്രൂട്ടി ചാലഞ്ച് ഏകദേശം ഫ്രൂട്ടി പ്രാങ്ക് ഏകദേശം കഴിയാറുണ്ട്. ഇന്നത്തെ നമ്മുടെ ഫ്രൂട്ടി പ്രാങ്ക് ഏകദേശം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇത്രത്തോളം നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പറയാൻ വാക്കുകളില്ല. അപ്പൊ ഇനിയും പ്രാങ്ക് ആണെങ്കിലും പിന്നെ വേറെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, വ്ളോഗ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കമന്റിലൂടെ പറഞ്ഞാൽ മതി. അപ്പൊ ഞങ്ങൾ
ഞങ്ങളെ കൊണ്ട് ആവുന്നത്, ഞങ്ങളെ കൊണ്ട് അറിയുന്നത് ഞങ്ങൾ ചെയ്തിരിക്കും അല്ലേ? അതെ അതെ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമന്റിലൂടെ പറയാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യാട്ടാ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടാ. ഓക്കെ, സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണുന്നവരെ ബൈ.